എസ് എ പ്രസൻസ് ഹിസ്റ്ററി ഇൻ ദ വീക്ക്. നോക്കാം നമുക്ക് ഈ ആഴ്ചയിലെ ചരിത്ര പ്രത്യേകതകൾ. 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ നിന്നുമാണ് ടൈറ്റാനിക് അതിന്റെ ആദ്യത്തെയും അവസാനത്തെയുമായ യാത്ര തുടങ്ങിയത്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ ടൈറ്റാനിക് യാത്ര തുടങ്ങി 5-ാം ദിവസം അപകടത്തിൽപ്പെടുകയായിരുന്നു. ഏപ്രിൽ 11 ഇന്ത്യ ഗവൺമെന്റ് മാതൃസുരക്ഷാ ദിനമായി ആചരിക്കുന്നതും രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ഭാര്യയായ കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനവും. 1961 ഏപ്രിൽ 12 മനുഷ്യൻ ആദ്യമായി ശൂന്യാകാശത്തെത്തിയത്. റഷ്യൻ ശൂന്യാകാശ സഞ്ചാരിയായിട്ടുള്ള യൂറി ഗഗാറിനാണ് ശൂന്യാകാശത്തെത്തിയ ആദ്യത്തെ വ്യക്തി. ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യത്തെ മനുഷ്യനും ഇദ്ദേഹമാണ്. പ്രപഞ്ചത്തിന്റെ കൊളംബസ് എന്നാണ് യൂറി ഗഗാറിൻ അറിയപ്പെടുന്നത്. 1919 ഏപ്രിൽ 13 നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ബ്രിഗേഡിയർ ജനറൽ ഡയറാണ് ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവ് നൽകിയിട്ടുള്ളത്. ഏകദേശം 1000-ലധികം പേർ മരിച്ചെന്നാണ് കണക്കുകൾ. 1891 ഏപ്രിൽ 14 ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പി ഡോക്ടർ BR അംബേദ്കർ ജനിച്ചത്. ഇന്ത്യയിലെ നവോത്ഥാന നായകനും ഇന്ത്യൻ നിയമജ്ഞനും പണ്ഡിതനും രാഷ്ട്രീയ നേതാവുമാണ് അദ്ദേഹം. ഇന്ത്യൻ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടുന്നതിനും ഹിന്ദു തൊട്ടുകൂടായ്മയ്ക്കെതിരെ പോരാടുന്നതിനും തന്റെ ജീവിതം ഉഴിഞ്ഞുവെച്ചയാളാണ് അംബേദ്കർ. എബ്രഹാം ലിങ്കൺ മരണമടഞ്ഞ ദിവസമാണ് 1865 ഏപ്രിൽ 15. ഏപ്രിൽ 14 വാഷിംഗ്ടണിലെ ഒരു തിയേറ്ററിൽ വെച്ച് ജോൺ വിൽക്കസ് ബൂത്ത് എന്നയാളാണ് എബ്രഹാം ലിങ്കണിന് നേരെ വെടിയുതിർത്തത്. അമേരിക്കയുടെ ചരിത്രത്തിൽ വധിക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റും പദവിയിലിരിക്കെ അന്തരിച്ച 2ാമത്തെ പ്രസിഡന്റുമായിരുന്നു എബ്രഹാം ലിങ്കൺ. 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ ആദ്യത്തെ യാത്രാ തീവണ്ടി ഓടിത്തുടങ്ങിയത്. ബോറിബന്ദർ, ബോംബെ, താനെ എന്നീ സ്ഥലങ്ങളിലൂടെയാണ് ഈ തീവണ്ടി ഓടിയത്. ഏകദേശം 34 കിലോമീറ്റർ ആയിരുന്നു യാത്രാ ദൂരം. ഈ ആഴ്ചയിലെ എസ് പ്രസൻസ് ഹിസ്റ്ററി ഇൻ ദ വീക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ചരിത്രത്തിന്റെ പുതിയ താളുകളുമായി ഇനി അടുത്തയാഴ്ച.